നമസ്കാരം. മൂന്നാംകണ്ണ് ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂര് മഹാശിവക്ഷേത്രം വൈശാഖ മഹോത്സവത്തിൻ്റെ നിറവിലാണ്. പ്രതികൂലമായ കാലാവസ്ഥയെപ്പോലും കണക്കിലെടുക്കാതെ ഭക്തജനങ്ങളുടെ പ്രവാഹം. മെയ് 21 ചൊവ്വാഴ്ച നെയ്യാട്ടവും 22 ബുധനാഴ്ച ഭണ്ഡാരം എഴുന്നള്ളത്ത്, 29 ബുധനാഴ്ച തിരുവോണം ആരാധന, ഇളനീർ വയ്പ്, മെയ് 30 വ്യാഴാഴ്ച ഇളനീരാട്ടം, അഷ്ടമി ആരാധന എന്നീ ചടങ്ങുകൾ നടന്നു. ജൂൺ 2 ഞായറാഴ്ച രേവതി ആരാധന, ജൂൺ 6 വ്യാഴാഴ്ച രോഹിണി ആരാധന, ജൂൺ 13 വ്യാഴം മകംകാലം വരവ്, ജൂൺ 16 ഞായറാഴ്ച വാളാട്ടം കലശപൂജ എന്നിവ നടക്കും. ജൂൺ 17 തിങ്കളാഴ്ച തൃക്കലശത്തോടുകൂടി ഉത്സവം സമാപിക്കും. ഉത്തര കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർ മഹാശിവക്ഷേത്രം കിഴക്ക് വയനാട് ജില്ലയോട് ചേർന്ന് നിൽക്കുന്നു. വളവട്ടണം പുഴയുടെ കൈവഴിയായ ബാവാലിപ്പുഴ കൊട്ടിയൂരിനെ രണ്ടായി മുറിക്കുന്നു. പുഴയുടെ തെക്ക് ഭാഗത്തെ ഇക്കരെ കൊട്ടിയൂരെന്നും വടക്കു ഭാഗത്തെ അക്കരെ കൊട്ടിയൂരെന്നും പറയപ്പെടുന്നു. വൈശാഖ മഹോത്സവം നടക്കുന്ന അക്കരെ കൊട്ടിയൂരിൽ ഉത്സവകാലത്തേക്ക് മാത്രമായി താൽക്കാലിക ക്ഷേത്രങ്ങൾ കെട്ടിയുണ്ടാക്കും. ഉത്സവ സമയങ്ങളിൽ ഇക്കരെ കൊട്ടിയൂരിൽ പൂജാതി കർമ്മങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. ശങ്കരാചാര്യരാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവ ചിട്ടകൾ ഏകീകരിച്ചത് എന്നാണ് ഐതിഹ്യം. മലയാള മാസമായ ഇടവമാസത്തിലെ ചോതി ദിനത്തിലാണ്, അതായത് മെയ് മാസത്തിലാണ് ഇവിടെ ഉത്സവം തുടങ്ങുന്നത്. നെയ്യാട്ടത്തോടുകൂടി ആരംഭിച്ച 28 ദിവസത്തെ ഉത്സവം തൃക്കലശത്തോടുകൂടി സമാപിക്കുകയാണ്. ഉത്സവ സമയത്ത് മുഴുവൻ ജനവിഭാഗങ്ങൾക്കായും പ്രത്യേകം അധികാരങ്ങളും അവകാശങ്ങളും ഉത്സവത്തിൻ്റെ ഭാഗമായ ചടങ്ങുകൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. കേരളത്തിൽ ശബരിമല കഴിഞ്ഞാൽ ഉത്സവകാലത്ത് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ സന്ദർശിക്കുന്ന സ്ഥലമാണ് അക്കരെ കൊട്ടിയൂര്. വെള്ളത്തിലും കരയിലുമായി കെട്ടിയുണ്ടാക്കിയ പർണശാലകളും കുടിലുകളും ചേർന്നതാണ് താൽക്കാലിക ക്ഷേത്ര സമുച്ചയങ്ങൾ. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ തിരുവടുപ്പുകളുടെ ചാരം ശിവഭൂതങ്ങൾക്കു വേണ്ടി നീക്കം ചെയ്യുന്നതാണെന്നും പറയപ്പെടുന്നു. മൂന്നാംകണ്ണ് ന്യൂസിനു വേണ്ടി ചന്ദ്രൻ മുല്ലച്ചേരി.